Hello children, welcome to Kids Area Online. 4ാം ക്ലാസ്സിലെ ഇംഗ്ലീഷ് എക്സാം കഴിഞ്ഞിട്ടുണ്ട്. എല്ലാവരും ക്വസ്റ്റ്യൻ പേപ്പർ കാണാൻ വെയിറ്റിംഗ് ആണല്ലേ? കുട്ടികളൊക്കെ എക്സാം എഴുതാൻ പോയിട്ടുണ്ട്. പാരൻസ് എല്ലാവരും എക്സാമിന് എന്ത് ചോദിച്ചു എന്നറിയാൻ എല്ലാവരും വെയിറ്റിംഗിലാണ്. ക്വസ്റ്റ്യൻ പേപ്പർ കാണുന്നതിന് മുൻപ് നിങ്ങളുടെ കുട്ടികളെ കിഡ്സ് ഏരിയ ഓൺലൈനിൽ ട്യൂഷനിൽ ചേർക്കാൻ താല്പര്യമുണ്ടെങ്കിൽ 1ാം ക്ലാസ് മുതൽ 4ാം ക്ലാസ് വരെയാണ് ഇവിടെ നൽകിയിട്ടുള്ള വാട്സപ്പ് നമ്പറിൽ കോൺടാക്ട് ചെയ്യാം. തേർഡ് ടൈമിൻ്റെ ക്ലാസ് എക്സാം കഴിഞ്ഞ ഉടനെ സ്റ്റാർട്ട് ചെയ്യും. 9746487799 ഈ വാട്സപ്പ് നമ്പറിലേക്ക് നിങ്ങൾക്ക് മെസ്സേജ് അയക്കാവുന്നതാണ്. ക്വസ്റ്റ്യൻ പേപ്പർ പരിചയപ്പെടാം. ഒന്നാമത്തേത് ലിസൺ ആൻഡ് റൈറ്റ്. ആദ്യം ശ്രദ്ധിക്കുക എന്നിട്ട് എഴുതുക എന്നുള്ളതായിരുന്നു. ഇവിടെ ഒരു പിക്ചർ കാണുന്നുണ്ടല്ലോ. ചിൽഡ്രൻ, വാട്ട് ഡു യു സീ ഇൻ ദ പിക്ചർ? It's a big forest, isn't it? Some animals are there. What are they talking about? Can you say? Do you want to know that? In a big forest, there were 4 friends: a deer, a mouse, a crow, and a tortoise. Every evening, they used to gather near a lake. They spent their time laughing and playing. As usual, they all gathered by the lake. But the deer was missing. They waited for some time, but the deer didn't come. The mouse said, "Where is our deer? Did something happen to him?" Hearing this, the tortoise said, "That's right. He always comes early. Why is he so late today?" The crow said, "I will go and check." മനസ്സിലായല്ലോ? 4 പേരും കൂട്ടുകാരാണ്. ഒരു ദിവസം ഡീർ വന്നില്ല. ഇപ്പോൾ 3 പേരും സംസാരം എന്താണ്, അല്ലെങ്കിൽ നേരത്തെ വരുന്നതാണല്ലോ, കണ്ടില്ലല്ലോ. അപ്പോൾ ക്രോ പറഞ്ഞു, കാക്ക പറഞ്ഞു, ഞാൻ പോയി നോക്കിയിട്ട് വരാം എന്ന് പറഞ്ഞിരിക്കുകയാണ്. അപ്പോൾ ഇത് മനസ്സിലായല്ലോ? Who were the 4 friends in the forest? ഫോറസ്റ്റിലെ 4 കൂട്ടുകാർ ആരെല്ലാം? Every evening they used to gather near the പോണ്ടാണോ, ലേക്കാണോ, റിവറാണോ? The dash was missing. ആരാണ് മിസ്സിംഗ് ആയത്? ഡീർ ആണോ, മൗസ് ആണോ, ടോട്ടോയ്സ് ആണോ? The deer always comes early. എല്ലാ ദിവസവും നേരത്തെ വരാറുണ്ട്. ശരിയാണോ, തെറ്റാണോ? I will go and check. Who said these words? ഇത് ആരാണ് പറഞ്ഞത്? ഇത്രയും വായിക്കുമ്പോൾ തന്നെ ഈ 5 ക്വസ്റ്റ്യനും ആൻസർ കിട്ടും. അതായിരുന്നു ഒന്നാമത്തെ ആക്ടിവിറ്റി. രണ്ടാമത്തെ ആക്ടിവിറ്റി ഡിസ്ക്രിപ്ഷൻ എഴുതുക എന്നുള്ളതായിരുന്നു. ദ ക്രോ സോ ദ ഡീർ നിയർ ഇറ്റ്സ് നെസ്റ്റ്. ക്രോ എന്ത് ചെയ്തു? കണ്ടു ഡീറിനെ. അതിൻ്റെ കൂടിനടുത്ത് വെച്ച് കണ്ടു. ലുക്ക് അറ്റ് ദ പിക്ചേഴ്സ് ബിലോ ആൻഡ് ഡിസ്ക്രൈബ് ദ ഈവൻറ്റ്സ്. നോക്കി, ദ ഡീർ ഉണ്ട്, മരം വെട്ടാൻ ആൾ വന്നിട്ടുണ്ട്, ഡീർ തടയുന്നുണ്ട്, മരം വെട്ടുകാരൻ തിരിച്ചു പോകുന്നുണ്ട്. അപ്പോൾ എന്താണ് സംഭവിച്ചിട്ടുള്ളത് എന്ന് നിങ്ങൾ മനസ്സിലാക്കി അത് നിങ്ങൾ എഴുതുക. അതായിരുന്നു ഡിസ്ക്രിപ്ഷൻ. സ്റ്റോറി പോലെ നിങ്ങൾക്ക് മനസ്സിലായല്ലോ എന്താണ് എന്നുള്ളത്. എഴുതുക. മൂന്നാമത്തെ ആക്ടിവിറ്റി പോസ്റ്റർ. ലുക്ക് അറ്റ് ദ പിക്ചർ ബിലോ. ഇതാ നോക്കി, മരം വെട്ടിയോ ഇല്ലയോ? മരം വെട്ടി. ഇവിടെ നോക്കിയേ, കിളിക്കൂട്, ആ കാക്കയുടെ കൂട് നോക്കിയേ. ഇത് മനസ്സിലാക്കിയിട്ട് പോസ്റ്റർ തയ്യാറാക്കുക. Prepare a poster on the importance of protecting trees. ട്രീസ് പ്രൊട്ടക്റ്റ് ചെയ്യുന്നതിനുള്ള ഇമ്പോർട്ടൻസ് എന്തൊക്കെയാണെന്ന് പോസ്റ്റർ തയ്യാറാക്കുക. മരം വെട്ടരുത്, മരം നശിപ്പിക്കരുത് എന്നുള്ള പോസ്റ്റർ തയ്യാറാക്കുക എന്നുള്ളതായിരുന്നു മൂന്നാമത്തെ ആക്ടിവിറ്റി. നെക്സ്റ്റ് ആക്ടിവിറ്റി കോൺവെർസേഷനാണ്. The child's father went to the festival. The child's father went to the festival committee office. He told the man in the office about his missing child. അച്ഛൻ വന്ന് കമ്മിറ്റി ഓഫീസിൽ പറയാണ്, എൻ്റെ കുഞ്ഞ് മിസ്സിംഗ് ആയിട്ടുണ്ട്. അച്ഛനും ഇവിടെ കമ്മിറ്റി ഓഫീസിലിരിക്കുന്ന മാനും തമ്മിലുള്ള കോൺവെർസേഷൻ. മാൻ എന്താണ് കാര്യമെന്ന് ചോദിച്ചിട്ടുണ്ടാവും, വാട്ട് ഹാപ്പൻഡ് എന്ന് ചോദിച്ചിട്ടുണ്ടാവും. അച്ഛൻ പറഞ്ഞു, ഐ ലോസ്റ്റ് മൈ ചൈൽഡ്, എൻ്റെ കുഞ്ഞിനെ നഷ്ടമായി. ഇനി എന്തൊക്കെയായിരിക്കാം അവർ പറഞ്ഞിട്ടുണ്ടാവുക എന്നുള്ളതായിരുന്നു നാലാമത്തേത്. കോൺവെർസേഷൻ ആയിരുന്നു. നെക്സ്റ്റ് വരുന്നത് സീക്വൻസ് ദ ഈവൻറ്റ്സ്. ഡു യു റിമെമ്പർ ഐ വോൺ? ഹിയർ ആർ സം ഈവൻറ്റ്സ്
from the story, the language of birds. Sequence the events and write in the space given below. ഇവിടെ കുറച്ച് സെൻറ്റൻസ് നൽകിയിട്ടുണ്ട്. The merchant pushed the boat into the open sea. The merchant became the servant. Ivan became the king. The captain saw huge waves breaking in the sea. The merchant gave Ivan a drink. ഇതിൽ ആദ്യം നടന്നത് ഏതാണ്, രണ്ടാമത്തെ സംഭവം ഏതാണ്, മൂന്നാമത്തേത് ഏതാണ്, നാലാമത്തേത് ഏതാണ്, അഞ്ചാമത്തേത് ഏതാണ്? കറക്റ്റ് ഓർഡറിൽ എഴുതുക. ഈവൻസ് കറക്റ്റ് ഓർഡറിൽ എഴുതുക എന്നുള്ളതായിരുന്നു അഞ്ചാമത്തെ ആക്ടിവിറ്റി. ലാസ്റ്റ് വൺ, ക്രോസ് വേർഡ് പസിൽ. ദ കിങ് ഓഫ് ദ കൺട്രി വാസ് വെരി മച്ച്. രാജാവ് എങ്ങനെയായിരുന്നു? Ivan went to the king ordered the man to stop cutting the. Ivan asked the dash to open the windows. Many dash perched on the window. ആൻസർ അറിയാലോ? ആൻസർ ഇവിടെ എഴുതി ഫിൽ ചെയ്യുക. ക്രോസ് വേർഡ് പസിൽ അക്രോസ് ഡൗൺ അത് എഴുതി കംപ്ലീറ്റ് ചെയ്യുക എന്നുള്ളതായിരുന്നു നാലാമത്തെ ആക്ടിവിറ്റി. മനസ്സിലായല്ലോ? ആ സ്റ്റോറി നമ്മൾ ഓർമ്മിക്കുക. സ്റ്റോറിയിൽ എന്താണെന്ന് ഓർമ്മിച്ച് ആൻസർ കണ്ടെത്തി എഴുതുക എന്നുള്ളതായിരുന്നു. ഓക്കെ, ഈ 6 ക്വസ്റ്റ്യൻസ് ആയിരുന്നു ഈ വർഷത്തെ ക്വസ്റ്റ്യൻ പേപ്പറിൽ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. ഈസിയാണ്, വളരെ ഈസിയാണ്. കുട്ടികൾ നല്ലതുപോലെ എഴുതിയിട്ടുണ്ടാകും. ഓക്കെ ചിൽഡ്രൻ, ബൈ ബൈ, താങ്ക് യു.